ഹലോ ഗൈസ്, ഈ ഒരു വീഡിയോയിൽ ഈ പറയുന്ന എമർജൻസി കിറ്റിൽ എന്തെല്ലാം ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ബാഗ് എടുക്കുക. അതിൻ്റെ സ്റ്റൈലോ ഭംഗിയോ ഒന്നും നിങ്ങൾ നോക്കരുത്. ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ബാഗ്. ഗേൾസ് ആണെങ്കിൽ സാനിറ്ററി പാഡ് വെച്ച് ആദ്യം തുടങ്ങാം. സാനിറ്ററി പാഡും പിന്നെ കുറച്ച് മെഡിക്കൽ സാധനങ്ങൾ. പ്രഥമ സംരക്ഷണ കിറ്റിൽ വെക്കാനുള്ള സാധനങ്ങൾ എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആണ്. ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഒരു എമർജൻസി സിറ്റുവേഷനിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന പാകത്തിലൊരു ബാഗായിരിക്കണം. അടുത്തത് പവർ ബാഗും ചാർജറും. അതിനുശേഷം ന്യൂസ് പേപ്പർ കത്തിക്കാനോ പൊതിയാനോ എന്തിനേലൊക്കെ ആവശ്യം വരും. പിന്നെ ഉള്ളത് ഇലക്ട്രിക് ടെസ്റ്ററും ഡിയോഡ്രൻറ്റുമാണ്. കത്തിക്കാനും ഷോക്കൊക്കെ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യാനുള്ള സാധനങ്ങളാണ്. പിന്നെ ഫയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ലൈറ്റർ, പിന്നെ കുറച്ച് ടിഷ്യൂ. വെറ്റ് ടിഷ്യൂ വാങ്ങുമ്പോൾ പ്യുവർ വാട്ടർ ഉള്ളത് വാങ്ങാൻ ശ്രമിക്കുക. പിന്നെ ഒരു ഷേവിങ് കിറ്റ്. ഇതൊക്കെ ഹോട്ടൽസിൽ നിന്നൊക്കെ സ്റ്റേ ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനങ്ങളാണ്. പിന്നെ വരുന്നത് ബോഡി വാഷ്, നെയിൽ കട്ടർ, നെയിൽ പോളിഷ് റിമൂവർ. അതിനുശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് റോപ്പാണ്, കയർ. അത് കഴിഞ്ഞ് ഞാൻ എടുത്തു വയ്ക്കുന്ന ഒരു ബോഡി ബാറും പിന്നെ കോട്ടൺ ബോൾസ്, പിന്നെ ഒരു സിബ്ബർ ലോക്ക്. ഈ സാധനം വെച്ച് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കട്ട് ചെയ്ത് തന്നെ മാറ്റണം. ഒരു ഹെയർ കോം, പിന്നെ ഒരു പോക്കറ്റ് നൈഫ്, അത് വളരെ മസ്റ്റാണ്. അതിനുശേഷം പെന്നും ബുക്കും. കാരണം നമുക്ക് എപ്പോഴും ഫോൺ ഡിപ്പെൻഡ് ചെയ്തിരിക്കാൻ പറ്റില്ല. ഈ ഒരു ബുക്കിൻ്റെ പുറകുവശത്ത് ചെറിയൊരു പൗച്ച് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ലോക്കൽ ഏരിയ മാപ്പും പിന്നെ നമ്മുടെ ID കാർഡ്സും എല്ലാം വെക്കാൻ പറ്റും. ഇതാണെങ്കിൽ സിപ്പ് ലോക്കുമാണ്, വെള്ളത്തിൽ വീണാലും നനയില്ല. അതിനുശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് സിപ്പ് ലോക്ക് ബാഗ്സ്. ഇതുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്തോട്ടാക്കിയതിന് ശേഷം ബാഗിൽ വെക്കാൻ ശ്രമിക്കുക. പിന്നെ ലിക്വിഡ് ക്യാഷ്, കാരണം നമുക്ക് ഗൂഗിൾ പേ ഒട്ടും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ കുറച്ച് സ്നാക്സ്. പ്രോട്ടീൻ ബാർ എടുക്കുന്നത് അത്രയും നല്ലതാണ്. ബിസ്ക്കറ്റൊക്കെ എടുക്കുമ്പോൾ കുറച്ച് എല്ലാവർക്കും കംഫർട്ടബിൾ ആവുന്ന സ്നാക്സ് എടുക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ഈ ബാഗ് ഒന്ന് തൂക്കി നോക്കുക. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണോ, നടക്കാൻ പറ്റുന്നുണ്ടോ, അത്യാവശ്യ ഘട്ടത്തിൽ എടുക്കാൻ പറ്റുന്നുണ്ടോ, വെയിറ്റ് ഓക്കെ ആണോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതിൽ 2 ഞാൻ വിട്ടിട്ടുണ്ട്. ഒന്ന് ടോർച്ചും പിന്നെ റേഡിയോയും. കണക്റ്റഡ് ആയിട്ടിരിക്കാനുള്ള സാധനമാണ് റേഡിയോ. അതും കൂടി വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ഈ ബാഗ് എടുക്കാൻ കിട്ടുന്ന ഒരു സ്ഥലത്തിൽ മാറ്റി വയ്ക്കുക. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ബൈ.